പ്രത്യേകത എന്ന് പറയുന്നത്, എത്ര ജനസമുദ്രം ഇവിടേക്ക് കടന്നു വന്നാലും അതിന് ഒരു ശാന്തതയുണ്ട്. സൗമ്യമായി ശാന്തമായി ഏതിനെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന രീതിയിൽ പ്രാർത്ഥന മുഖരിതമായി നിൽക്കുന്ന ഒരു ദേവാലയത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മ വേണം. അല്പസമയത്തെ വേദചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 51 സങ്കീർത്തനം, അതിൻ്റെ 10-11 വാക്യങ്ങളാണ്. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയുമരുതേ. ഒരുപക്ഷെ നമുക്കൊക്കെയും കാണാപ്പാഠം അറിയാവുന്ന ഒരു വേദഭാഗം കൂടിയാണ് 51 സങ്കീർത്തനം. 150 അധ്യായങ്ങളുള്ള പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വേദപുസ്തകം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നതും സങ്കീർത്തനമാണ്. അത് കുട്ടിക്കാലം മുതൽ കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ 23 സങ്കീർത്തനത്തിലായിരിക്കും അവൻ ആദ്യം സംസാരിച്ച് തന്നെ തുടങ്ങുന്നത്. അവിടുന്ന് തുടങ്ങിയ സങ്കീർത്തനത്തിൻ്റെ വായനയും അതിന് അത്രമാത്രം ഇഷ്ടമുള്ള പാട്ടുകളും ദൈവസ്തുതികളുമാണ് സങ്കീർത്തനങ്ങൾ. നമുക്കറിയാം, രാജാവും നിബിയുമായ ദാവീദാണ് സങ്കീർത്തനങ്ങളിൽ ഭൂരിഭാഗവും എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിശ്വാസം. പരിശുദ്ധ സഭയുടെ ആരാധനയോടും ഏറ്റവും കൂടുതൽ ആഴത്തിൽ ചേർന്ന് നിൽക്കുന്നതാണ് സങ്കീർത്തനങ്ങൾ. നമുക്കറിയാം, ഏതൊരു യാമ നമസ്കാരവും സങ്കീർത്തനത്തിലാണ് അതിൻ്റെ പൂർണ്ണത എത്തി നിൽക്കുന്നത്. രാവിലെയും പ്രഭാത നമസ്കാരവും സന്ധ്യാനമസ്കാരത്തിലും നമുക്കറിയാവുന്നതുപോലെ 51 സങ്കീർത്തനം വായിച്ച് ധ്യാനിച്ചിട്ടാണ് ആ നമസ്കാരത്തിൻ്റെ പ്രാരംഭം തന്നെ തുടങ്ങുന്നത്. അത്രമാത്രം ആഴത്തിൽ നിൽക്കുകയും ഒരു ബലിപീഠത്തിലേക്ക് ഒരു പുരോഹിതൻ ബലിക്കായി കടന്നു പോകുമ്പോൾ ഈ ബലിപീഠത്തിൻ്റെ പടിവുകളിൽ ചവിട്ടുന്നതിന് മുമ്പായി ഹൃദയം നുറുങ്ങിക്കൊണ്ട് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥനകളും 51 സങ്കീർത്തനമാണ്. അത്രമാത്രം പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു സങ്കീർത്തനം. എത്രമാത്രം ധ്യാനിച്ചാലും മതിയാകുവാൻ കഴിയാത്ത മാത്രം ചിന്തകളും ആശയങ്ങളും അനുതാപപൂർണമായ സന്ദേശങ്ങളും നിലനിൽക്കുന്ന സങ്കീർത്തനം കൂടിയാണ് 51. ഫ്രഞ്ച് സാഹിത്യകാരനും ഫിലോസഫറുമായിരുന്ന വോൾട്ടയർ ഒരു ക്രിസ്തീയ വിമർശകൻ കൂടിയായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ 1600 കാലഘട്ടങ്ങളിലൊക്കെയും ക്രിസ്ത്യാനിറ്റിയെ, അതിൻ്റെ രീതികളെയൊക്കെ വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു വോൾട്ടയർ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നത് 51 സങ്കീർത്തനത്തെക്കുറിച്ച് താൻ വിമർശനപരമായിട്ട് എഴുതുവാൻ വേണ്ടി തയ്യാറായപ്പോൾ അതിൻ്റെ 10 വാക്യം, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്നുള്ള വാക്യത്തിൽ എത്തി നിന്നപ്പോൾ പിന്നീട് മുൻപോട്ട് അദ്ദേഹത്തിന് എഴുതുവാൻ കഴിഞ്ഞില്ല. കുറ്റബോധത്താൽ തൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരം ഒരുപാട് പേരെ സത്യ അനുതാപത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വേദഭാഗം കൂടിയാണ് ഈ സങ്കീർത്തനം. 51 സങ്കീർത്തനത്തിൻ്റെ വേദ പശ്ചാത്തലം നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. 2 സാമുവേൽ 11-12 അധ്യായങ്ങളിലൂടെ നമുക്ക് കാണുമ്പോൾ ദാവീദ് രാജാവ് ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിക്കുകയും പിന്നീട് തൻ്റെ സൈന്യത്തിലൊരുവനായ ഊരിയാവിൻ്റെ മരണത്തിലേക്ക് അത് കലാശിക്കുകയും അവസാനം ദാവീദിൻ്റെ പരാജയങ്ങളുടെയും പാപത്തിൻ്റെയും തുടക്കമാകുകയും ചെയ്തിട്ടുള്ള ഒരു വേദഭാഗമാണ്. അവിടെ
ദാവീദ് ഹൃദയം പൊട്ടിക്കൊണ്ട് ദൈവസന്നിധിയിൽ അനുതാപത്തോടുകൂടി നിലവിളിച്ചിട്ടുള്ള സങ്കീർത്തനം കൂടിയാണ് ആ 51 സങ്കീർത്തനം. അങ്ങനെ ദാവീദ് പാട്ടുകാരനാണ്, പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമാണ്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചവന് ഒരു തെറ്റുപറ്റിയപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, താൻ സ്നേഹിച്ച ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം നുറുങ്ങി എഴുതിയ പാട്ടാണ്, അവൻ്റെ പ്രാർത്ഥനകളാണ് 51 സങ്കീർത്തനം. മോശ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന വ്യക്തിയാണ് ദാവീദ്. ഇസ്രയേലിൻ്റെ 2ാമത്തെ രാജാവാണ് ദാവീദെങ്കിലും ഒരു രാജവംശത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ്. നമുക്കറിയാം, ദാവീദിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ശലോമോൻ ദേവാലയം പണി കഴിപ്പിച്ചവൻ. അങ്ങനെ ഒരു രാജവംശത്തിന് തുടക്കം കുറിച്ചത് ദാവീദിലൂടെയാണ്. അവിടെ ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ ചരിത്രത്തിലും ദാവീദിന് സുപ്രധാനമായ സ്ഥാനമുണ്ട്. നമുക്കറിയാം, ക്രിസ്തുവിനെ ദാവീദ് പുത്രൻ എന്നുകൂടെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പുതിയ നിയമത്തിലൊക്കെയും ദാവീദ് പുത്രൻ, പ്രത്യേകിച്ച് ഓശാനയിലൊക്കെയും നമ്മൾ പാടുന്നുണ്ട് ദാവീദ് പുത്രനെ കുറിച്ച്. അങ്ങനെ ക്രിസ്തുവിൻ്റെ പുത്രനായി കൂടെ നമുക്ക് അവിടെ, അല്ലെങ്കിൽ പിതാവായി, അല്ലെങ്കിൽ ദാവീദ് പുത്രൻ എന്നുള്ള നാമത്തിലൂടെയും ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലേക്ക് ദാവീദിന് സ്ഥാനമായി വരികയാണ്. സങ്കീർത്തനം 2-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണാം, ദൈവത്തിൻ്റെ പുത്രനായി വരെ ദാവീദിനെ കുറിച്ച് എഴുതപ്പെടുകയാണ്. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു വ്യക്തി. ഈശായുടെ 8 മക്കളിൽ 8ാമനാണ് ദാവീദ്. പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും ഇടയിൽ, പ്രത്യേകിച്ച് ദാവീദിനെ കുറിച്ച് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോഴൊക്കെയും ഈ 7 സഹോദരങ്ങളിൽ 8ാമത്തെ ആളിനെ കണ്ടുകൊണ്ടിരുന്നത് കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനായിട്ടായിരുന്നു. അത്ര വലിയ പ്രാധാന്യമൊന്നും ദാവീദിന് അവിടെ കൊടുത്തിരുന്നതായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് ശമൂവേൽ പ്രവാചകൻ ഈശായുടെ അടുത്ത് ചെന്നുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ മക്കളെ അഭിഷേകം ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുമ്പോൾ അവിടെ ഈശായി തൻ്റെ 7 മക്കളെ മാത്രമാണ് ശമൂവേലിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ ഓരോരുത്തരെ ആയിട്ട് ദൈവം മാറ്റി നിർത്തിയപ്പോൾ ശമൂവേൽ വീണ്ടും നിർബന്ധിക്കുമ്പോഴാണ് ഈശായി ഏറ്റവും ഇളയവനായ ദാവീദിനെ വിളിക്കുന്നത്. അവിടെയാണ് ദാവീദിനെ ശമൂവേൽ ദൈവം തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന വന്നപ്പോൾ ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുകയാണ്. ആ അഭിഷേകത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ അടുക്കിലേക്ക് വന്ന് ചേരുകയാണ്. അന്നുവരെയും തൻ്റെ 7 സഹോദരങ്ങൾ പടക്കളത്തിൽ നിൽക്കുമ്പോൾ ദാവീദ് മാത്രമാണ് ആട്ടിടയനായി നിന്നത്. കാരണം കരുത്തും ശക്തിയുമുള്ള 7 സഹോദരങ്ങളുടെ ഇടയിൽ കേവലം ഒരു ചെറിയവനായ ദാവീദ്, അവൻ ആട്ടിടയനായി മാത്രം ജീവിക്കേണ്ടി വന്നപ്പോഴാണ് ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് ദാവീദിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അഭിഷേകം ചെയ്തതിന് ശേഷം ദാവീദിൻ്റെ ചരിത്രം 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അഭിഷേകം ചെയ്ത ദാവീദിൻ്റെ 3 ഘട്ടങ്ങളുണ്ട് ജീവിതത്തിൽ. ഒന്നാമത്തെ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ശൗലിനെ ഭയന്ന് അലയുന്ന ഒരു ദാവീദാണ്. നമുക്കറിയാവുന്നതുപോലെ മല്ലനായ ഗോലിയാത്തിൻ്റെ കൊന്നതിന് ശേഷം ശൗല് ദാവീദിനോട് അസൂയപ്പെടുകയും അവിടെ അവനെ കൊല്ലുവാൻ വേണ്ടി തക്കം പാർത്തുകൊണ്ട് തന്ത്രങ്ങൾ മെനയുകയും ഒക്കെ ചെയ്തു. അവിടെയൊക്കെ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി അവൻ ഓടിയപ്പോഴും ദൈവം തമ്പുരാൻ ഒരു സംരക്ഷകനായിട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കൊല്ലുവാൻ നിയോഗിക്കപ്പെടേണ്ടിയിരുന്നവൻ പോലും സംരക്ഷകനായി ദാവീദിൻ്റെ മാറുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെ ദാവീദ്
ശൗലിനെ ഭയന്നുകൊണ്ട് ഓടി അലയുകയും അവിടെ ഏത് കഷ്ടതയും സഹിക്കുകയും ചെയ്തിരുന്ന ഒരു ദാവീദിൻ്റെ ചരിത്രമാണ് ഒന്നാം ഭാഗത്ത് കാണുന്നത്. രണ്ടാം ഭാഗത്തായിട്ട് 12 ഗോത്രങ്ങളുടെയും രാജാവായി അംഗീകരിക്കപ്പെടും. നമുക്കറിയാം, ആദ്യമായി ദാവീദ് ചുമതല എടുക്കുമ്പോൾ യൂദായുടെ മാത്രമായിരുന്നു. എന്നാൽ ശൗലിൻ്റെ മരണശേഷം ദാവീദിൻ്റെ പിന്നാലെ ബാക്കിയുള്ള ഗോത്രങ്ങൾ കൂടി ചേർന്നുകൊണ്ട് 12 ഗോത്രങ്ങളുടെയും രാജാവായി ഒരു ചക്രവർത്തിയായി തന്നെ ദാവീദ് മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ആദ്യം ഓടി ഒളിച്ചവൻ, സഹോദരങ്ങൾ തള്ളി പറഞ്ഞവൻ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ ഒരു കിന്നരവുമായി നടന്നവനാണ് ഇസ്രയേലിൻ്റെ രാജാവായിട്ട് ദൈവം വിളിച്ചടിപ്പിച്ചത്. എന്നാൽ മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ദാവീദിൻ്റെ ജീവിതഘട്ടമെന്ന് പറയുന്നത് പാപത്തിൻ്റെയും വീഴ്ചയുടെയും പരാജയത്തിലേക്ക് നടന്നു നീങ്ങുന്ന ദാവീദ് രാജാവിനെ നമുക്ക് കാണാൻ സാധിക്കും. അത് തൻ്റെ പാപത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ബത്ശേബയുമായിട്ടുള്ള തൻ്റെ മോഹമായിരുന്നുവെങ്കിൽ പിന്നീട് ജീവിതത്തിൻ്റെ പാകപ്പിഴവുകളിൽ കുടുംബം തന്നെ ശിഥിലമായി പോകുന്ന, രാജ്യം തന്നെ തമ്മിൽ കലഹിക്കുന്ന അവസ്ഥയിലേക്ക്, തൻ്റെ മക്കൾക്ക് പോലും സഹോദര ബന്ധത്തിൻ്റെ മൂല്യം തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോലും ഒരു കുടുംബം ശിഥിലമായി പോകുമ്പോൾ ഹൃദയം പിളർന്ന് കാണുന്ന ഒരു വ്യക്തിയായിട്ട് കൂടി ദാവീദിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് പ്രിയമുള്ളവരെ ഹൃദയം നുറുങ്ങിയവൻ്റെ പ്രാർത്ഥനയുടെ സ്ഥാനം. പ്രത്യേകിച്ച് 51 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴൊക്കെയും ഒരു രാജാവിൻ്റെ പരാജയമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിജയിച്ചവൻ്റെ മാത്രം ചരിത്രമല്ല, പരാജയപ്പെട്ടു പോയ മനുഷ്യരുടെയും വീണുപോയ മനുഷ്യരുടെയും തളർന്നുപോയ മനുഷ്യരുടെയും ചരിത്രം കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. നമുക്കൊക്കെ അറിയാം, ഒരു പക്ഷേ വിജയിച്ചവൻ്റെ ചരിത്രത്തെക്കാൾ കൂടുതൽ ഹൃദയത്തിൽ കടന്നു വരുവാനും പഠിക്കുവാനും ആഴത്തിൽ ധ്യാനിക്കുവാനും കഴിയുന്നത് പരാജയപ്പെട്ടു പോയ മനുഷ്യരുടെ ചരിത്രമാണ്. നമ്മുടെയൊക്കെ ജീവിതയാത്രകളിലും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒന്നുമില്ലാത്ത മനുഷ്യരില്ല. പക്ഷേ ദൈവസന്നിധിയിൽ നിർമ്മല ഹൃദയത്തോടുകൂടി അനുദപിക്കുവാൻ കഴിയുമ്പോഴാണ് ദാവീദിൻ്റെ ജീവിതത്തെ പോലെ പശ്ചാത്താപം. നമുക്കറിയാം, ദാവീദിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ അവനിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അനുദപിച്ച ദാവീദ് ആ തെറ്റുകളിലേക്ക് വീണ്ടും പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുകയില്ല. അപ്രകാരം തന്നെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഈ ആലയത്തിൽ നിൽക്കുമ്പോൾ, അനുദപിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ, നമ്മളൊക്കെ ഈ തിരുവചന ധ്യാനത്തിൽ, പ്രത്യേകിച്ച് ഈ 51 സങ്കീർത്തനത്തെ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ, ദൈവമേ, ഇനിയും ആ പഴയ മാർഗത്തിലേക്ക്, തെറ്റുകളിലേക്ക്, എൻ്റെ മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന എൻ്റെ കുറ്റബോധങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ, അല്ലെങ്കിൽ ആ പാപങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ എനിക്കിടയാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാകണം പ്രിയമുള്ളവരെ നമ്മളുടെ ഓരോരുത്തരുടെയും അനുതാപം പൂർണ്ണമാകുന്നത്. 51 സങ്കീർത്തനത്തിൻ്റെ 10ഉം 11ഉം വാക്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നത് 4 ആവശ്യങ്ങളാണ്. അനുതാപത്തിലായ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ 4 ആവശ്യങ്ങളാണ് ദൈവം മുമ്പാകെ വെച്ചുകൊണ്ട് കണ്ണുനീരോടെ നിലവിളിക്കുന്നത്. ഒരു പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ നമ്മൾ നിൽക്കുമ്പോഴും നമ്മളൊക്കെയും ദൈവത്തോട് ആവശ്യപ്പെടേണ്ട ദൈവത്തിൻ്റെ 4 ദാനങ്ങളാണ്. അതിലൊന്നാമത്തേത് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്നുള്ളതാണ്. നിർമ്മലമായ ഒരു ഹൃദയം. ദൈവത്തിൻ്റെ സന്നിധിയിലെ സുഗന്ധമാണ് നിർമ്മലത. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിർമ്മലതയേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഒന്നും തന്നെയില്ല. കാരണം പാപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ. നമ്മൾ ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്, ശിശുക്കളെ പോലെ ആകുവീൻ. ദൈവരാജ്യത്തിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത് ശിശുക്കളെ പോലെ ആകുവീൻ എന്നാണ്. ക്രിസ്തു തന്നെ പറയുന്നുണ്ട്,
പ്രാവുകളെ പോലെ നിഷ്കളങ്കതയുള്ളതായി തീരുവാനും നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ദൈവരാജ്യത്തിലേക്ക്, ദൈവമുഖത്തേക്ക് നോക്കുന്ന ഒരു ഭക്തന് ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ നിർമ്മലതയാണ്. ഒരു ദൈവഭക്തന് അടിസ്ഥാനമായി ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ദൈവിക അനുഗ്രഹം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ നിർമ്മലതയാണ്. നമുക്കൊക്കെയും പ്രിയമുള്ളവരെ, ആ ഹൃദയ നിർമ്മലതയിലേക്ക് കടന്നു വരുവാനാണ് നമ്മൾ ആഗ്രഹിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിർമ്മലത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇന്ന് നമുക്കൊക്കെയും ശരി ഏതെന്നും തെറ്റേതെന്നും തീരുമാനിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ. ശലോമോൻ രാജാവ് ദൈവത്തോട് അപേക്ഷിക്കുന്നത് ഈ രാജ്യത്തെ നയിക്കുവാൻ, ഈ ജനതയെ നയിക്കുവാൻ നന്മ ഏതെന്നും തിന്മ ഏതെന്നും തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം ദൈവമേ എനിക്ക് നൽകണമേ എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും സത്യമേതെന്ന് കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോകുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ചിന്തകളിലും നമ്മുടെയൊക്കെ തീരുമാനങ്ങളിലും ഒക്കെ ഇന്ന് ഒരുപാട് സ്വാധീനിക്കുന്നത് ഇന്നത്തെ മാധ്യമ സംസ്കാരമാണ്. പലപ്പോഴും വാർത്തകളെ വരെ തങ്ങൾക്ക് ആവശ്യമാകുന്ന രീതിയിൽ വളച്ചൊടിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം, അത് ആ രീതിയിലേക്ക് കടന്നു വരുമ്പോൾ ശരി ഏതെന്നും തെറ്റേതെന്നും തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. സച്ചിദാനന്ദൻ്റെ ഒരു കവിതയിൽ അതിൻ്റെ 3 വരികൾ ഇപ്രകാരമുണ്ട്: വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്നതാണ് കാലഘട്ടത്തിൻ്റെ അപജയം. ഞാൻ ഒന്നുകൂടെ പറയാം: വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും പ്രണയമില്ലാതെ പ്രാപിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ അപജയമെന്ന് കവി സൂചിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വിനയം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം. ഗുരുവിനെ ബഹുമാനിക്കുവാൻ, മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കുവാൻ ഒക്കെ മറന്നു പോകുന്ന ആ സംസ്കാരം നമുക്കൊക്കെ അറിയാം. ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഗുരുവിനെ കണ്ടാൽ അവൻ്റെ കാല് തൊട്ട് വന്ദിക്കണമെന്നുള്ള ഒരു പൈതൃക സംസ്കാരത്തിൻ്റെ പിൻഗാമികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാണ് സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ അധ്യാപകർ വരുമ്പോൾ എണീറ്റ് നിന്ന് കൈകൂപ്പണം. കാരണം വിദ്യയെ പകർന്നു നൽകുന്നവരാണ്. ഇന്ന് അതൊക്കെ എത്രമാത്രം എത്തി നിൽക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഇവിടെയൊക്കെ മൂല്യച്യുതി സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വിനയമില്ലാത്ത പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. എത്രമാത്രം നമുക്കൊക്കെ ദൈവസന്നിധിയിൽ വിനയത്തോടെ നിൽക്കുവാൻ, എൻ്റെ ദൈവം മുമ്പാകെ ആരാധനയിൽ വിനയത്തോടെ ഏകാഗ്രതയോടെ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ആവശ്യങ്ങളോ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും നേട്ടങ്ങളും അനുഗ്രഹങ്ങളും എത്തി നിൽക്കുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് ഹൃദയത്തിൻ്റെ സ്വസ്ഥതയോടുകൂടി ഒരു ദേവാലയത്തിൽ വന്ന് ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയുന്നുണ്ട്? അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും വന്ന വഴികളെ മറന്നുപോയിക്കൊണ്ട് വിനയമില്ലാത്തവരായി മാറ്റപ്പെടുന്നത്. രണ്ടാമതായിട്ട് പ്രണയമില്ലാതെ പ്രാപിക്കുന്ന സംസ്കാരം. ഇന്ന് നമ്മൾ ദിനം പ്രതിയുള്ള വാർത്തകളൊക്കെയും ഭീതിപ്പെടുത്തുന്നതാണ്. ഭയപ്പെടുത്തുന്ന വാർത്തകളിലൂടെയാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു പോകുന്നത്. എന്താണ് ജീവിതത്തിൻ്റെ നന്മയുടെ സ്നേഹത്തിൻ്റെ പര്യായങ്ങളെന്ന് അറിയാത്ത ഒരു കാലഘട്ടം. അത് കുട്ടിയെന്നോ മുതിർന്നവരെന്നോ എന്ന വ്യത്യാസമില്ലാതെ സംസ്കാരം തന്നെ മലീനസപ്പെട്ടുകൊണ്ട് മൃഗതുല്യമായ സ്വഭാവത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ഇവിടെയാണ് സത്യ അനുതാപത്തിൻ്റെ വാതിലായിട്ട് ഹൃദയ നിർമ്മലത മാറ്റപ്പെടുന്നത്. സത്യ അനുതാപത്തിൻ്റെ വാതിലായിട്ടാണ് ഹൃദയ നിർമ്മലത അവിടെ കടന്നു വരുന്നത്. ശീമനമസ്കാരത്തിൽ നാം പാടുന്നുണ്ട്:
നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻ പ്രീതിക്കെതിരാം പാഴാം ചിന്തകളും ദുഷ്ടവികാരവും എങ്ങളിൽ നിന്ന് ഒഴിവാക്കണമേ. അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിർമ്മലരോട് കനിയുന്ന ഒരു ദൈവം, അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് ഓടി വരുന്ന ഒരാളെയും ഉപേക്ഷിക്കാത്ത ദൈവം. അതുകൊണ്ടാണ് 99 ആടുകളെ കളഞ്ഞിട്ട് കാണാതെ പോയ ആടിൻ്റെ പിന്നാലെ ഓടിയ ഒരു ഇടയനെ കുറിച്ച് പറയുന്നത്. ഒരു ഇടയൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് നമുക്കറിയാം, ആടുകളുടെ മുമ്പിൽ നടക്കുന്നവനാ. ഏതപകടം വന്നാലും അതിനെ പ്രതിരോധിക്കുവാൻ മുമ്പിൽ നിൽക്കുന്നവനാണ് ഒരു നല്ല ഇടയൻ. പ്രത്യേകിച്ച് മരുഭൂമിയിൽ കൂടെയൊക്കെ ആടുകളെ മേയ്ക്കുവാൻ വേണ്ടിയുള്ള യാത്രകളിൽ ആടുകൾ തിരിഞ്ഞു പോകാതിരിക്കാൻ ഇടയൻ വടിയുമായി മുമ്പിൽ നിൽക്കും. അതിൻ്റെ പിന്നാലെയാണ് ആടുകൾ പോകുന്നത്. അവസാനം രാത്രിയാകുമ്പോൾ അടുത്തുള്ള ഒരു ഗുഹയിലേക്ക് ഈ ആടുകളെ കടത്തിവിട്ടിട്ട് കല്ലുകൊണ്ട് അടച്ചിട്ട് ആ വാതിൽക്കൽ ഇടയൻ രാത്രിയിൽ കിടക്കും. അതിന് കാവൽ കിടക്കും. കാരണം പുറത്തു നിന്നൊരു ആക്രമണമില്ലാതെ ഒരൊറ്റ ആട് പോലും നഷ്ടപ്പെട്ടു പോകാതെ കാത്തിരിക്കുവാൻ, കാവല് നിൽക്കുവാൻ ഒരു ഇടയൻ, പ്രിയമുള്ളവരെ, നമുക്കുമുണ്ട്. ആ ഇടയൻ്റെ മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ, ഹൃദയം നുറുങ്ങിയ വേദനയോടുകൂടി നമുക്ക് നിൽക്കുവാൻ കഴിയുമ്പോഴാണ് നിർമ്മലിൽ കനിയുന്ന, ഹൃദയം നുറുങ്ങി കരയുന്നവനെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ദൈവം എന്നോടെന്താ മനസ്സലിയാത്തത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഹന്നയെ പോലെ മനസ്സിൽ ഹൃദയം നുറുങ്ങി പിറുപിറുക്കാറുണ്ട്. പക്ഷെ പ്രിയമുള്ളവരെ, യോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത് എന്ന്. യോബിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നുണ്ട്: നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും, നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനപ്പെടുത്തും. നീ നിർമ്മലനും നേരുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. ഒരു പക്ഷേ ഈ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ ഖബറിലേക്ക് 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും ഒക്കെ കടന്നു വന്നത് ഒരു പക്ഷേ ജീവിതം നിർമ്മലതയോടുകൂടി കഴിച്ചുകൂട്ടിയ ഒരു പിതാവായിരിക്കണുണ്ടാ. എന്നാൽ പരിശുദ്ധ പരിമല തിരുമേനി താൻ നടന്നു വന്ന പാതകളിലൊന്നും സുഖകരമായ യാത്രകളൊന്നും ആയിരുന്നില്ല. ഉപേക്ഷിക്കലുകളും തള്ളിപ്പറയലുകളും നിന്ദയും പരിഹാസവും ഒക്കെ ഉള്ള ഒരു പരിമല തിരുമേനിയായിരുന്നു. അതുകൊണ്ടാണ് സാമൂഹിക പ്രതിബദ്ധതയുടെ പ്രവാചകനായ കൂടെ പരിശുദ്ധ പരിമല തിരുമേനി സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടത്. താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അധസ്ഥിതരായ ആളുകൾക്ക് വേണ്ടി ജീവിച്ച ഒരു പുണ്യപിതാവ്. ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മളൊക്കെ നിൽക്കുമ്പോൾ, കേവലം ആ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമ്മൾ അഭയപ്പെടുമ്പോൾ, നിർമ്മലതയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിതം കഴിച്ചുകൂട്ടിയ ആ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥതയിലാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും അഭയപ്പെടുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കേണ്ടത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അനുതപിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ നിർമ്മലതയാണ്. രണ്ടാമതായിട്ട്, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദൈവമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്നുള്ളതായിരുന്നു ദാവീദിന്റെ പ്രാർത്ഥന. നമുക്കൊക്കെ അറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം തൻ്റെ രൂപത്തിലും ഛായയിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം തൻ്റെ രൂപത്തിലും ഛായയിലും ദൈവം എങ്ങനെയിരിക്കുന്നുവോ അതുപോലെ അവനെ പോലെ അവൻ്റെ രൂപത്തിൽ നമ്മളെയൊക്കെ സൃഷ്ടിച്ച ഭാഗ്യം ലഭിച്ചവരാണ്. മറ്റ് മൃഗങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ മറ്റ് ജീവജന്തുക്കൾക്കൊക്കെയും ശരീരഘടന തന്നെ കൂനിയ അവസ്ഥയാണ് എങ്കിൽ
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് അവൻ്റെ തലയാണ്. പിന്നീടാണ് അവൻ്റെ ഹൃദയവും മറ്റ് അവയവങ്ങളെല്ലാം. കാരണം അവൻ്റെ ചിന്തകളെ രൂപപ്പെടുത്തുന്ന ഇടം എവിടെയാ? തലയിലാ. നന്മ ഏതെന്നും തിന്മ ഏതെന്നും തിരിച്ചറിയുവാനുള്ള അറിവ് അവന് ലഭിച്ചത് എവിടെയാ? അവൻ്റെ തലയിലാ. അവൻ്റെ ഓരോ സ്പന്ദനങ്ങളും തീരുമാനിക്കുന്നത് അവൻ്റെ തലയാ. അതുകൊണ്ട് തന്നെ തൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച മനുഷ്യന് നമുക്കറിയാം, ഇന്ന് ആകാശത്തോളം ആകാശത്തിനും അപ്പുറമുള്ള പറന്നു ചെല്ലുവാൻ പ്രാപ്തിയുള്ളവനായിട്ട് നമ്മൾ മാറുകയാണ്. പണ്ടൊക്കെ സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തിലൊക്കെ 9 ഗ്രഹങ്ങളുണ്ടെന്ന് പഠിച്ചു. അതിനു മുമ്പ് ഒരു കാലഘട്ടത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ഭൂമി പരന്നതായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന എന്തുവാ? സൂര്യനും അതിനെ ചുറ്റുന്ന നക്ഷത്രങ്ങളും ഒരു ചെറിയ ഒരു സൗരയൂഥം. ഇന്ന് ഇതുപോലെ സൂര്യനും അതിന് നക്ഷത്രങ്ങളെ ചുറ്റുന്ന ലക്ഷക്കണക്കിന് സൂര്യനുകൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഇന്ന് ഈ പ്രപഞ്ചത്തിലുണ്ട്. എണ്ണിയാൽ തീരാത്ത അത്രമാത്രം സൂര്യനും നക്ഷത്രങ്ങളും ഉണ്ടെന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ. മിൽക്കി വേയും ഗാലക്സിയും ഒക്കെ ഇന്ന് AI ഒക്കെ കാലഘട്ടമാണ്. നമ്മളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു ചെറിയ മനുഷ്യരുടെ ഒരു ചെറിയ ഹൃദയത്തിൽ ഒരു സ്ഥിരത നമുക്ക് ആവശ്യമല്ലേ പ്രിയമുള്ളവരെ? ദൈവമേ, സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. എങ്ങനെയാ പുതുക്കുന്നത്? നഷ്ടപ്പെട്ടു പോയ ഒരു വസ്തുവിനെ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്യേണ്ട വരും, അല്ലേ? ഒന്ന് പുതുക്കേണ്ടി വരും. അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ദാവീദിനെ പോലെ പശ്ചാത്തപിക്കേണ്ട ആവശ്യകത. പരിശുദ്ധ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെ പ്രാപിച്ചവരെ നമ്മൾ. പരിശുദ്ധ മാമോദീസ കൂദാശയുടെ ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരം ചൊല്ലുന്നുണ്ട്: പരിശുദ്ധ മൂറോൻ തൈലത്താൽ മശിഹായുടെ പരിമളവാസനയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴ്പ്പെടാത്തവനും ദുഷ്പ്രഭുക്കളെയോ അന്ധകാര ശക്തിയോ ഭയപ്പെടാത്ത പ്രകാശ പുത്രനായി പുത്രിയായി ആക്കി തീർക്കണമേ എന്ന് പറയുകയാണ്. മശിഹായുടെ വാസന, ദൈവത്തിൻ്റെ സുഗന്ധം, ക്രിസ്തുവിൻ്റെ സുഗന്ധം പരിമള വാസനയായി ശോഭിക്കേണ്ട നമുക്ക്, പ്രതികൂല സൈന്യങ്ങൾക്ക്, സാത്താനെ ഉപേക്ഷിച്ച് മശിഹായെ സ്വീകരിക്കുന്ന നമുക്ക്, ദുഷ്പ്രഭുക്കളെയോ അന്ധകാരത്തിൻ്റെ സൈന്യങ്ങളെയോ എതിർത്ത് നിൽക്കുവാനുള്ള പ്രാപ്തി കൊടുക്കുവാൻ വേണ്ടി പരിശുദ്ധ മാമോദീസയാൽ മുദ്ര കുത്തപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. അങ്ങനെയുള്ള നമുക്ക് ദൈവമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? നമ്മളിലുള്ള ദൈവാത്മാവ് പലപ്പോഴും ചാരം മൂടിക്കിടക്കുന്ന കനല് പോലെയാണ്. പ്രാർത്ഥനയില്ല, നോമ്പില്ല, ഉപവാസമില്ലാതെ പോകുമ്പോൾ അഗ്നിക്കനലുകളുടെ മുകളിൽ ചാരം മൂടിക്കിടക്കുന്നത് പോലെ മൂടിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് നമുക്കൊക്കെയും പശ്ചാത്താപത്തോടെ ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ടത്: ദൈവമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പകരണമേ എന്ന്. 1 ശമൂവേലിൻ്റെ 16 പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ കാണുന്നുണ്ട്: മുൻഗാമിയായ ശൗൽ ദൈവാത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ അവനിൽ ദുരാത്മാവ് കടന്നുകൂടിയെന്ന്. തൻ്റെ മുൻഗാമിയായ 1 ശമൂവേൽ 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമുക്ക് കാണാം, തൻ്റെ മുൻഗാമിയായ ശൗലിൽ നിന്ന് ദൈവാത്മാവ് നഷ്ടപ്പെട്ടപ്പോൾ ആര് കടന്നു വന്നു? ദുരാത്മാവ്. ഇനി നമ്മളെയൊക്കെ ചിന്തയും നമ്മുടെയൊക്കെ പ്രവൃത്തിയും തീരുമാനങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം പ്രിയമുള്ളവരെ. എൻ്റെ ഉള്ളിൽ ദുരാത്മാവാണോ ദൈവാത്മാവാണോ? നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ആവശ്യകതയുണ്ട് പ്രിയമുള്ളവരെ. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ശൗലിനെ ഒരു ഭ്രാന്തനായിട്ടാണ്, ഡിപ്രഷൻ്റെയും ഒക്കെയും ആങ്സൈറ്റിയുടെയും ഒക്കെ പലവിധമായ അവസ്ഥകളിലൂടെ പോകുന്ന ഒരു വ്യക്തിയായിട്ട് ശൗലിനെ കാണാൻ സാധിക്കും. ഇന്ന്
10ൽ 3 പേർക്ക് ഡിപ്രഷൻ മൂലമുള്ള പ്രശ്നങ്ങളും ആങ്സൈറ്റി രോഗങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ. ഇന്ന് ഏത് ചെറിയ ഹോസ്പിറ്റലിലും സൈക്കോളജിയും സൈക്കാട്രിയുടെയും സെഷൻസ് വളരെയധികം വിപുലീകരിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ മനുഷ്യന് പെട്ടെന്നാണ് നിരാശയും വിഷാദ രോഗങ്ങളിലേക്കും കടന്നു പോകുന്നത്. കാരണം അവൻ്റെ പ്രതീക്ഷ ദൈവത്തിലല്ല. പലപ്പോഴും പണ്ട് നമ്മുടെയൊക്കെ പൂർവികരുടെയൊക്കെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ദൈവമായിരുന്നു. എൻ്റെ ദൈവം കാത്തോളും, എൻ്റെ ദൈവം നടത്തിക്കോളും, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ഒരു പൂർവിക സൂനികളുടെ പിൻഗാമികളായി നമ്മളൊക്കെ നിൽക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ പോലും ദൈവത്തെ മറന്നു പോകുന്നവരായി ഞാനും നിങ്ങളും മാറുന്നില്ലേ പ്രിയമുള്ളവരെ? ഇവിടെ സ്ഥിരതയില്ലാത്തവരായിട്ട് ഓടി നടക്കുകയാണ്. എവിടുന്നാണ് എനിക്ക് അത്ഭുതം കിട്ടുന്നത്, എവിടുന്നാണ് എനിക്ക് നേട്ടങ്ങൾ കിട്ടുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഓടി ഒളിക്കുകയാണ്, ഓടി അലയുകയാണ്. എന്നാൽ ദൈവസന്നിധിയിൽ സ്ഥിരമായ ഒരു ആത്മാവിന് വേണ്ടി നിഷ്കളങ്ക ഹൃദയത്തോടെ, നിർമ്മലമായൊരു ഹൃദയത്തോടെ നിൽക്കുവാൻ കഴിഞ്ഞാൽ അതല്ലേ പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ചെങ്കടലിൽ ഇസ്രായേൽ മക്കൾക്ക് കൂടെ നടന്നവൻ, മരുഭൂയാത്രയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും വഴിതെളിച്ചവൻ, ദാവീദിനോട് കൂടെ നടന്ന് അവൻ്റെ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി കടന്നുപോയപ്പോഴും അവനോടുകൂടെ ഇരുന്നവൻ, വിക്കനായ മോശയെ കുറവുകളിൽ നിന്ന് നിറവുകളിലേക്ക് കൈപിടിച്ച് ഉയർത്തിയവൻ, മുക്കുവന്മാരായിരുന്ന തൻ്റെ സ്ലേഹന്മാരെ പരിശുദ്ധാത്മാവിനെ പകർന്ന് ഈ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി ദൈവത്തിൻ്റെ സുവിശേഷത്തെ ഘോഷിപ്പാൻ വേണ്ടി അവരെ ശക്തരാക്കിയവൻ. അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ മുമ്പാകെ നമ്മൾ നിൽക്കുമ്പോൾ വേറെ എന്തിനാകുലപ്പെടണം? പടക് എത്ര ആടിയുലഞ്ഞാലും, എത്ര ക്ഷോഭം കൊണ്ടുലഞ്ഞാലും അതിൻ്റെ പടകിൻ്റെ അറ്റത്ത് എൻ്റെ പൊന്നു തമ്പുരാനുണ്ട് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും സുരക്ഷിതമായ തുറമുഖത്തേക്ക് എത്തിച്ചേരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെയാണ് സ്ഥിരമായൊരു ആത്മാവിനെ ദാവീദ് തന്നെ തൻ്റെ പ്രവർത്തനത്തിലൂടെ കാട്ടുന്നുണ്ട്. ഗോല്യാത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, മല്ലനും വീരനുമായ ഗോല്യാത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചെറു ബാലനായ ദാവീദ് അവൻ്റെ ഏകാഗ്രത കൊണ്ട് അവൻ്റെ കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ യഥാസ്ഥാനത്ത് കൊല്ലുകയും മല്ലനെ മലർത്തുകയും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഹൃദയത്തിൽ സ്ഥിരതയില്ല. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ പറയുന്നത്, ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാലും അത് നീങ്ങിപ്പോകും. പക്ഷെ പ്രശ്നം എന്താ? കടുകുമണിയോളം വിശ്വാസം ആർക്ക് വേണം? നമുക്ക് വേണം. കാരണം കടുകുമണിയിൽ നിന്ന് നമുക്കറിയാം വിശാലമായ ഒരു വൃക്ഷം തന്നെ ഉണ്ടാവുകയാണ്, അല്ലേ? ഒരു ചെറിയ കടുകുമണിയാ, കയ്യിലെങ്ങാണൊന്ന് എടുക്കാൻ തന്നെ എന്ത് പാടാ. ആ കടുകുമണിയിൽ നിന്ന് വൃക്ഷങ്ങൾ വരെ ഉണ്ടാകുന്ന വലിയൊരു സാധ്യതയാ വിശ്വാസത്തിൻ്റെ സാധ്യത. ആ സാധ്യതയെ നമുക്ക് പ്രിയമുള്ളവരെ തിരിച്ചറിയുവാൻ കഴിയണം. എന്നാൽ സ്ഥിരതയില്ലാതെ നഷ്ടപ്പെട്ടു പോയൊരു വ്യക്തിയായിരുന്നു ആര്? കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന യൂദ, ഇല്ലേ? കൂടെ നടന്നവൻ, 3.5 വർഷക്കാലം തൻ്റെ കൂടെ നെഞ്ചോട് ചേർന്ന് നടന്ന ശിഷ്യൻ. പക്ഷേ ദിവ്യാഗ്രഹം അവൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൈശാചികമായിട്ട് എന്തോ പറ്റി? അവൻ തൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. നിങ്ങൾ ഇനി എന്നെ സ്നേഹിതൻ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞവനെ ഒറ്റിക്കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, പെസഹായിൽ കർത്താവിനോടുകൂടെ ഇരുന്നവൻ അവൻ മടങ്ങിപ്പോകുമ്പോൾ വേദപുസ്തകം സാക്ഷീകരിക്കുന്നത് അവൻ അന്ധകാരത്തിലേക്ക് നടന്നു നീങ്ങി എന്നുള്ളതാണ്. അവനിൽ ദുരാത്മാവ് കടന്നുകൂടി. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്കൊക്കെയും ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ,
എൻ്റെ ജീവിതത്തിൻ്റെ പ്രവർത്തനം കൊണ്ട്, എൻ്റെ തെറ്റായ തീരുമാനങ്ങൾ കൊണ്ട്, ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിമിഷത്തിൽ ഉണ്ടായിട്ടുള്ള എൻ്റെ പെരുമാറ്റം കൊണ്ട് എന്നിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആത്മാവിനെ വീണ്ടും അവിടുന്ന് പുതുക്കണമേ എന്നുകൊണ്ട് ദൈവസന്നിധിയിൽ നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. ആദ്യമായി പറഞ്ഞു, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. രണ്ടാമത്തേത് എന്താണ്? സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. മൂന്നാമതായിട്ട്, അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് വരുന്നവനിൽ ദൈവം കൊടുക്കേണ്ട അനുഗ്രഹം, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ, ദൈവമുഖത്ത് നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ദൈവമേ, ഞങ്ങളുടെ മുഖം കാണാത്തവണ്ണം നിന്റെ മുഖം അടയ്ക്കരുതേ എന്ന് വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. കാരണം നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളെ കാണാത്ത രീതിയിൽ നിന്റെ മുഖം അടച്ചു കളയരുതേ എന്ന് ദൈവസന്നിധിയിൽ ഓരോ ബലിയിലും പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നാം ഓരോരുത്തരും ഈ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്നത്. ശീമനമസ്കാരത്തിൽ നമ്മൾ പാടുന്നുണ്ട്, അന്ത്യം കാലം വന്നെത്തുമ്പോൾ ഭൂവിന് നാശം, അന്യായത്തിൻ മാലിന്യത്തിൽ മുഴുകും ലോകം, മീറ്റിൻ നോവാൽ സ്ത്രീ എന്നോണം കേഴും ധാത്രി, ഷണ്ടകളാലും പോരുകളാലും വീഴാറാകും, നീങ്ങി പോകും ശുശ്രൂഷകളും ബലികളുമെല്ലാം, ആഗ്രഹമേറും കുത്തിക്കവരും ദ്രവ്യം നേടാൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അന്ത്യം കാലം വന്നെത്തുമ്പോൾ ഭൂമിക്ക് നാശമാണ്. പ്രസവിക്കുവാൻ പ്രസവ വേദനയുള്ള സ്ത്രീയെ പോലെ ഭൂമി നിലവിളിക്കുമെന്നാണ് അവിടെ ആ പ്രാർത്ഥനയിൽ, ആ പാട്ടിൽ പാടുന്നത്. അവിടെ ദൈവമേ, നിന്നെ വിളിക്കുന്നവന് അവിടുന്ന് അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ കഴിയുമ്പോഴാണ് നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. ഒരു കൊച്ച് അപ്പനും അമ്മയുമായ ഒരു കുഞ്ഞ് യാത്ര ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെയും ഒരുപാട് ആചാരങ്ങളുടെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളൊക്കെ തിരക്കുകളിൽ നഷ്ടപ്പെട്ടു പോകുന്ന വാർത്തകളൊക്കെ ഉണ്ട്. ഇവിടെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു നിമിഷത്തിലേക്ക് നമ്മളൊരു ബസ് യാത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ, നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞിനെ, തിരക്കുള്ള ബസ്സാണെങ്കിൽ എന്ത് കൊടുക്കും? മുതിർന്ന ആരുടെങ്കിലും മടിയിലോട്ട് കുഞ്ഞിനെ ഒന്ന് ഇരുത്തും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ കുഞ്ഞ് തിരിഞ്ഞ് തൻ്റെ അപ്പനെയും അമ്മയും മാറി മാറി നോക്കും. കാര്യം എന്താ? അപ്പനോ അമ്മയോ മറന്നുപോയി, ഇനിയും എന്നെ അവിടെ വെച്ചിട്ട് പോകുമോ? ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അല്ലേ? ഇല്ലേ? നമുക്കൊക്കെ ആ ഫീലിംഗ് ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. എവിടെയെങ്കിലുമൊക്കെ എന്നെ മറന്നു പോകുമോ എന്നുള്ള ഒരു ഫീലിംഗ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലും നമുക്ക് ആ ഫീലിംഗ് ഉണ്ടാകണം. എൻ്റെ അപ്പൻ്റെ മടിയിൽ, അവൻ്റെ മുഖത്ത് നിന്ന് ഞാൻ മാറിപ്പോകുമോ, അവൻ എന്നെ മറന്നു പോകുമോ എന്ന് ദാവീദ് ഭയന്നു. അതുകൊണ്ടാണ് ദാവീദ് ദൈവസന്നിധിയിൽ നിലവിളിച്ചത്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ എന്ന്. ശരിക്കും പറഞ്ഞാൽ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ തെറ്റുകളുടെ ആരംഭം എവിടെയാ? ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ തെറ്റിൻ്റെ ആരംഭം എവിടെയാ? അവൻ്റെ അലസതയാ. നമ്മൾ കാണുന്നുണ്ട്, വേദഭാഗത്ത് പറയുന്നത്, ദാവീദിൻ്റെ സൈന്യം അവര് യുദ്ധമുഖത്ത് നിൽക്കുകയാ. സൈന്യാധിപനും സൈന്യവും യുദ്ധമുഖത്ത് നിന്നപ്പോൾ അന്നുവരെയും സൈന്യത്തിനോടൊപ്പം അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞിരുന്നവനായിരുന്നു ദാവീദ്. ദാവീദ് ഒരു യുദ്ധവീരനായിരുന്നു, ദൈവം കൂടെ ഉണ്ടായിരുന്നവനായിരുന്നു. അതുകൊണ്ട് തന്നെ ദാവീദ് തോൽക്കുകയില്ല. അതുകൊണ്ട് ദാവീദ് യുദ്ധത്തിൻ്റെ, സൈന്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടായിരുന്നു യുദ്ധം നയിച്ചത്. എന്നാൽ അന്ന് ദാവീദ് എന്ത് ചെയ്തു? അവൻ സൈന്യത്തിനോടൊപ്പം പോകാതെ വീട്ടിൽ അവൻ ഉറങ്ങി. പകൽ സമയത്ത് അവൻ ഉറങ്ങി. അവൻ്റെ ഉറക്കത്തിൻ്റെ ആലസ്യം മാറ്റുവാൻ വേണ്ടി മട്ടുപ്പാവിലേക്ക് കടന്നു വന്നപ്പോഴാണ് അവിടെ ഊരിയാവിൻ്റെ ഭാര്യയെ കാണുന്നതും മോഹിക്കുന്നതും പിന്നീട് പാപത്തിലേക്ക് നടന്ന് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണിക്കുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അലസതയല്ലേ അവൻ്റെ പാപത്തിൻ്റെ തുടക്കം. അത് രാജാവെന്നോ വലിയവനെന്നോ ചെറിയവനെന്നോ ഉണ്ടോ? പലപ്പോഴും ഇന്ന് നമ്മുടെയൊക്കെയും ആലസ്യത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണും, ഇല്ലേ? നമ്മളെന്ത് കൊടുക്കും? ഒരു 5 മിനിറ്റ് ഒന്ന് ഫോണൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞൊന്ന് നടുവൊക്കെ ഒന്ന് നൂത്ത്, അല്ലെങ്കിൽ നമ്മളൊന്ന് വിശ്രമിക്കുമ്പോൾ ഒരു വീഡിയോ കാണും. ചുമ്മാ ഒന്ന് മേളിലോട്ട് നീക്കുമ്പോൾ അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടന്റ് വരും. വീണ്ടും ഒന്നുകൂടെ നീക്കുമ്പോൾ എന്താ പറ്റും? അടുത്ത ഇൻട്രസ്റ്റിംഗ്, ഇല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ സമയം നമ്മളിൽ നിന്ന് കൊണ്ടുപോവുകയാണ്, ഇല്ലേ? പ്രത്യേകിച്ച് ഈ യൂട്യൂബിൻ്റെ ഒക്കെ പഠനങ്ങളിൽ പറയുന്നത് മനുഷ്യൻ മാക്സിമം കാണുന്ന വീഡിയോയുടെ ദൈർഘ്യം എത്ര? 30 സെക്കൻഡ്, 1 മിനിറ്റ് ഒക്കെയാ. അതിൽ കൂടുതലുള്ള സമയമൊന്നും മനുഷ്യർക്ക് കാണാൻ സമയമില്ലെന്നേ. കാരണം അതിൻ്റെ പുറകെ അടുത്ത വീഡിയോ വന്ന് കിടക്കുക. നമുക്ക് സമയമില്ല. കാരണം ഇത്രയും വീഡിയോ കണ്ടതിന് ശേഷം വേണം നമുക്ക് അടുത്ത വലിയ കാര്യം ചെയ്യുവാനുള്ളത്, ഇല്ലേ പ്രിയമുള്ളവരെ? അത് എൻ്റെയും നിങ്ങളുടെയും ഒരു പ്രശ്നമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഇന്ന് തലമുറകൾ പോലും അഡിക്റ്റായി മാറുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് ദുരാഗ്രഹത്തിൽ വീണുപോയ ദാവീദിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തൻ്റെ നിയോഗം തന്നെ മറന്നുപോയി. ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്വത്തെ മറന്നുപോകുന്ന ഒരു വ്യക്തിയായിട്ട് ദാവീദ് അവിടെ മാറ്റപ്പെടുകയാണ്. തൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. അത് പിന്നീട് നാഥാൻ പ്രവാചകൻ ഓർമ്മിപ്പിക്കേണ്ടി വന്നു ദാവീദിനോട്, നീ ചെയ്തത് തെറ്റാണ്. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ അടുത്ത് വന്ന് ഒരു കഥയിലൂടെയാണ് ദാവീദിന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആ തെറ്റ് ചെയ്തവനെ കൊല്ലുവാൻ വേണ്ടി വാളെടുത്തപ്പോൾ നാഥാൻ പറയുകയാണ്, ആ തെറ്റുകാരൻ ആരാണ്? അത് നീ തന്നെയാണ്. അപ്പോഴാണ് വെള്ളിടി പോലെ ദാവീദിന്റെ ഹൃദയം നുറുങ്ങിയത്. പലപ്പോഴും നേതൃത്വം കടമകൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് രാജ്യം ശിഥിലമായി പോകുന്നത്. കുടുംബനാഥൻ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ, കുടുംബനാഥ തൻ്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും മറന്നു പോകുമ്പോഴാണ് തലമുറകൾക്ക് മാതൃകയില്ലാതെ കുടുംബം ശിഥിലമായി പോകുന്നത്. പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ കാതലും അതിൻ്റെ അന്തസത്തയും നഷ്ടപ്പെട്ടു പോകുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിൽ പോലും ഇന്ന് ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. നമുക്കറിയാം, ഓരോ പഠനങ്ങളും ഓരോ വാർത്തകളും വളരെയധികം ഭീതിയോടുകൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെ കോളേജ് വിദ്യാർത്ഥികളിൽ നടത്തിയ പഠനങ്ങളുടെ ഒരു പഠന റിപ്പോർട്ട് വരികയുണ്ടായി. അതിൽ പറയുന്നത് കോളേജ് വിദ്യാർത്ഥികളിൽ 31% വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമയാണ്. 31% എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേരെ എടുത്താൽ അതിൽ 3 പേരിൽ കൂടുതൽ ലഹരിക്ക് അടിമയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു കാലഘട്ടത്തിൽ മദ്യമായിരുന്നുവെങ്കിൽ ഇന്ന് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കാലഘട്ടമാണ്, ഇല്ലേ? നമുക്കൊക്കെ അറിയാത്ത ഒരുപാട് ഉൽപ്പന്നങ്ങളിലൂടെയാണ് ഇന്ന് ചോക്ലേറ്റുകൾ കൂടി വരെ ഇന്ന് ലഹരി കൈമാറുന്ന ഒരു കാലഘട്ടം. കൊച്ചു കുട്ടികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും പറയുന്നത് 10% ലഹരി പദാർത്ഥങ്ങളുടെ അടിമ. 13-നും 18 വയസ്സിനും ഇടയ്ക്കുള്ള 10% വിദ്യാർത്ഥികളിൽ ഇന്ന് ലഹരിക്ക് അടിമകളായി എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു ചെറിയ മുട്ടായിൽ തുടങ്ങുന്ന കാര്യമാണ്, ഒരു ചെറിയ സൗഹൃദത്തിൽ തുടങ്ങുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ഒരു നോ പറയുവാൻ, സുഹൃത്തിനോട് ഒരു നോ പറയുവാൻ പറ്റാത്ത ബുദ്ധിമുട്ടിൽ തുടങ്ങുന്നതാണ് തെറ്റുകൾ. കാരണം നിലപാടുകൾ എടുക്കുവാൻ പ്രാപ്തിയുള്ള തലമുറകളെ വാർത്തെടുക്കുവാൻ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയുന്നില്ല. സ്വന്തമായി തെറ്റേതെന്നും ശരിയേതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് യെസ് പറയേണ്ടടുത്ത് യെസ്സും നോ പറയേണ്ടടുത്ത് നോയും പറയുവാൻ ആർജവമില്ലാത്ത, കരുത്തില്ലാത്ത തലമുറകളെ ഇന്ന് രൂപപ്പെടുത്തുകയാണ്. പാഠപുസ്തകങ്ങളിലേക്ക് മാത്രം വിരൽ ചൂണ്ടിക്കൊണ്ട് സമൂഹത്തെ കാണാൻ മറന്നുപോകുന്ന ഒരു തലമുറയെ രൂപപ്പെടുത്തുമ്പോൾ
പ്രിയമുള്ളവരെ, അവര് ജീവിതത്തിൻ്റെ പ്രതികൂലതകളിൽ ആടി ഉലയുകയാണ്. എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് എന്ന്. ഇവിടെയാണ് ദൈവാശ്രയ ബോധം കുടുംബത്ത് കൊടുക്കുന്ന ഒരു തലമുറ, തിരിച്ചറിവിൻ്റെ ബാലപാഠങ്ങൾ കൊടുക്കുന്ന ഒരു തലമുറയ്ക്ക് ഒരിക്കലും തെറ്റിൻ്റെ മാർഗത്തെ തിരഞ്ഞെടുക്കുവാൻ അവന് കഴിയുകയില്ല. അവൻ പശ്ചാത്താപത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊക്കെ വേണ്ടത് നമ്മുടെ തലമുറകളെ ഓർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക മാത്രമാണ്. അവർക്ക് നല്ല മാതൃകകളെ കൊടുക്കുകയാണ് നമുക്കൊക്കെ ഇന്ന് ആവശ്യം. അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു ഭ്രാന്താലയമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉറങ്ങിക്കിടന്ന അപ്പനെയും അമ്മയും ഒക്കെ വാളുകൊണ്ടും വടികൊണ്ടും തലയ്ക്കടിക്കുന്ന മക്കളുടെ വാർത്തകൾ വരുന്നത്. പണ്ടൊക്കെ അത് ദൂരെയൊക്കെയാണ് കേട്ടിരുന്നത്. ഇന്ന് നമ്മുടെ അയൽവക്കത്ത് കേൾക്കുന്ന വാർത്തകളാണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഇടയിൽ സംഭവിക്കുകയും നാളെ സംഭവിക്കുവാൻ ഇടയുള്ള കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ നിൽക്കുമ്പോഴാണ് നിന്റെ സന്നിധിയിൽ നിന്ന് ദൈവമേ എന്നെ തള്ളിക്കളയരുതേ എന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ നമുക്ക് ഇടയാകേണ്ടത്. നാലാമതായിട്ട് ദാവീദ് ദൈവസന്നിധിയിൽ നിലവിളിച്ച് ആവശ്യപ്പെടുന്നത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. നമുക്കറിയാം, സൃഷ്ടിയുടെ ആരംഭത്തില് ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. പിന്നീട് ജീവന്റെ തന്നെ ആധാരമായിട്ട് എന്തായി മാറുന്നു? വെള്ളം, ഇല്ലേ? ഇന്ന് ഭൂമിയിലുള്ള ജീവജാലങ്ങളുടെ എത്രയോ ഇരട്ടിയാണ് സമുദ്രത്തിൻ്റെ അടിയിലുള്ള ജീവജാലങ്ങൾ, അല്ലേ? അതിൻ്റെ ജീവന്റെ ഉറവയായി തന്നെ പ്രപഞ്ച സൃഷ്ടിയിൽ ദൈവം മാറ്റപ്പെടുകയാണ്. ഇന്നും മനുഷ്യ ശരീരത്തിൻ്റെ ഭൂരിഭാഗവും എന്താ വെള്ളമാ, ഇല്ലേ? നമ്മുടെ മനുഷ്യ ശരീരത്ത് രക്തം മാത്രം ഏകദേശം 5 ലിറ്റർ ഉണ്ട്. പക്ഷേ ഒരു ദിവസം നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നത് എത്ര? ഈ 5 ലിറ്റർ ബ്ലഡ് ഏകദേശം 100 ലിറ്ററോളം ശുദ്ധീകരിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. എത്രയും ആകട്ടെ, എങ്കിലും നമ്മുടെയൊക്കെ ശരീരത്ത് ഓരോ തമ്പുരാൻ്റെ കൃപയാൽ നമ്മുടെ ഹൃദയം എത്ര പ്രാവശ്യം ഇടിക്കുന്നത്, അല്ലേ? ഒരു ഇടിപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കൊടുക്കണം? ആശുപത്രിയിലോട്ട് ആംബുലൻസ് വിട്ട് പോകും, ഇല്ലേ? നമ്മൾ ശ്വസിക്കുന്ന വായു, ഈ വായു ശ്വസിച്ച് കഴിയുമ്പോൾ അതിനെ ഓക്സിജനായിട്ട് വേർതിരിച്ച് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നുണ്ടല്ലേ? നമ്മൾ എന്തെല്ലാം വായുകൾ ശ്വസിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഓക്സിജനെ പ്രോപ്പറായിട്ട് എത്തിക്കുന്നുണ്ടല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സൃഷ്ടാവിൻ്റെ ഒരു കല, ഇല്ലേ? എന്ത് മനോഹരമായ ഒരു സൃഷ്ടിയാണ്. അവിടെയൊക്കെ നിൽക്കുമ്പോഴും പറയുന്നത് എന്തുവാ? എനിക്ക് വയ്യ. എന്നാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നതിൻ്റെ നന്മകളെ ഓർത്തൊന്ന് സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴല്ലേ പ്രിയമുള്ളവരെ ജീവിതം കൂടുതലായിട്ട് അനുഗ്രഹപ്പെടുന്നത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ എന്ന് ദാവീദ് നിലവിളിക്കുകയാണ്. ദൈവാത്മാവ് നഷ്ടപ്പെട്ടു പോയ ശൗലിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. 3 തലമുറയായി ദാവീദിന്റെ സൈന്യത്തിന്റെ ഭാഗമായിരുന്നവരായിരുന്നു ഊരിയാവിൻ്റെ കുടുംബം. 3 തലമുറയായിട്ട് തൻ്റെ രാജാവിന് വേണ്ടി സൈന്യത്തിൽ മുൻപിൽ നിന്നുകൊണ്ട് സൈന്യത്തെ നയിക്കുകയും പോർമുഖത്ത് നിന്ന് മരണത്തിന് പോലും തയ്യാറായവനും അവൻ്റെ പിതാവും ആയിരുന്നു ഊരിയാവിൻ്റെ കുടുംബം. പക്ഷേ അവൻ്റെ നന്മകളെ, അവൻ ആ കുടുംബത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെ മറന്നുപോയത് കൊണ്ടാകാം ദാവീദ് പാപത്തിലേക്ക് നടന്നു നീങ്ങിയത്. തനിക്ക് വേണ്ടി യുദ്ധം ചെയ്തവനെ മറന്നു കളഞ്ഞുകൊണ്ട് അവൻ്റെ മരണത്തിന് തന്നെ കാരണക്കാരനായി, തന്നെ അന്ന് വരെയും സംരക്ഷിക്കുവാൻ യുദ്ധമുഖത്ത് നിന്നവൻ പിന്നീട് തൻ്റെ മരണത്തിന് ദാവീദ് തന്നെ കാരണക്കാരനായിട്ട് മാറ്റപ്പെടുന്നത് നമുക്ക് കാണുന്നുണ്ട്.
ഇന്ന് നമുക്കൊക്കെയും നമ്മളൊക്കെ ജീവിക്കുമ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഏറ്റവും കൂടുതൽ വേദന ലഭിക്കുന്നത് എവിടെ നിന്നാ? നമ്മുടെ പ്രിയപ്പെട്ടതെന്നും നമ്മുടെ സ്വന്തമെന്നും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ടതാണ്. ഒരു വയറ്റിൽ ഉണ്ടായ സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിതകാലം മുഴുവൻ ഒരു പായയിൽ ഒരു കട്ടിലിൽ കിടന്ന് ഉറങ്ങിയ സഹോദരങ്ങൾ തമ്മിൽ ഇന്ന് എന്തോ ചെറിയ കാര്യങ്ങളുടെ പേരിൽ പോലും പലപ്പോഴും കലഹിക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. നമ്മുടെ ഭവനങ്ങളിലുമുണ്ട്. അവിടെയൊക്കെ ദൈവാത്മാവ് കുറഞ്ഞു പോകുന്നതിൻ്റെ, ആത്മീയമായ അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് സാത്താൻ ആരാധനകളുടെ തന്നെ കാലഘട്ടമാണ്. സാത്താൻ ആരാധനകളിലൂടെയാണ് ഇന്ന് നമുക്കറിയാം. ഈ ചോക്ലേറ്റുകളൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് സാത്താൻ ആരാധനകളുടെ ഒക്കെ ഒരു ഏറ്റവും വലിയ കുഞ്ഞുങ്ങളെ വരെ സ്വാധീനിക്കുന്നത് സാത്താൻ ആരാധനകളിൽ ചോക്ലേറ്റുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് ആദ്യം ആരംഭിക്കുന്നത്. പിന്നീട് ഡാർക്ക് മാസിലേക്കൊക്കെ വലിയ സാത്താൻ രീതികളിലേക്കൊക്കെ പോകുകയാണ്. ഇതൊക്കെ ദൂരെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഇടയിലൊക്കെയും ഇന്ന് വളരെയധികം വർദ്ധിച്ചു കൊണ്ട് വരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നുണ്ട്, ദൈവത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ലെന്ന് പറയുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വലിയ സംഭവമല്ല. പണ്ടൊക്കെ അതൊക്കെ കേൾക്കുന്ന അയ്യോ ദൈവദോഷമാണെന്ന് പറയുമായിരുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നത് എന്തോ, ദൈവത്തിലൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് വരെ പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. എൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിൽ അടുത്തുള്ള ഒരു ഐലൻഡായിരുന്നു ടാസ്മാനിയ. ടാസ്മാനിയയിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ പോയപ്പോൾ ഹൊബാർട്ട്, ടാസ്മാനിയയുടെ ഒരു സ്റ്റേറ്റാണ്, ഓസ്ട്രേലിയയുടെ ഒരു സ്റ്റേറ്റാണ് ടാസ്മാനിയ. ഒരു ശ്രീലങ്ക പോലെ ഒരു ഐലൻഡാണ്. ആ ഐലൻഡിൽ ഹൊബാർട്ടാണ് അതിൻ്റെ ക്യാപിറ്റൽ. അവിടെ ബലി അർപ്പിക്കാൻ പോയപ്പോൾ അവിടെ നടന്നൊരു സംഭവമുണ്ട്. അവിടെ വിൻ്റർ ഫെസ്റ്റിവലുണ്ട്. ഈ ഡിസംബർ മാസത്തോട് ചേർന്നുള്ള ഇനിയുള്ള സമയങ്ങളാണ്. ഏകദേശം 1 വീക്ക് 10 ഡേയ്സിലുള്ള ഒരു വിൻ്റർ ഫെസ്റ്റിവലാണ്. അതിനൊക്കെയും അവിടുത്തെ ഗവൺമെൻറ് സപ്പോർട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുവാൻ വേണ്ടി ആണ് എന്നുള്ളതാണ് പറയുന്നത് എങ്കിൽ പോലും ഏകദേശം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവിടെ വരുന്നത്. അവിടെ വരുന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് സാത്താൻ ആരാധനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുർമാർഗപരമായിട്ടുള്ള, പറയുവാൻ പോലും അറയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമാണ്. മദ്യക്കുപ്പികളും ലഹരി പദാർത്ഥങ്ങളും കൂട്ടിയിടുന്ന സമൂഹം. കാരണം അവിടെ അതെല്ലാം സ്പോൺസർ ചെയ്യുന്നത്, ഈ പരിപാടിയെല്ലാം സ്പോൺസർ ചെയ്യുന്നത് അതിൻ്റെ ചുറ്റിനുമുള്ള ഹോട്ടൽസും ബാറുകളുമാണ്. കാരണം അവർക്ക് കച്ചവടം നടക്കാൻ, മദ്യം വിറ്റഴിക്കാൻ. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ വലിയ ദുരന്തങ്ങളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ലക്ഷക്കണക്കിന് ആളുകൾ. അതിൻ്റെ പേര് തന്നെ പ്രത്യേകിച്ച് ബ്ലാക്ക് മാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ്. ഡാർക്ക് മോഫോ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി, ഡാർക്ക് മോഫോ. അതിൻ്റെ പോസിറ്റീവ് വശങ്ങളൊക്കെയാണ് ഗൂഗിളിൽ പറയുന്നതെങ്കിലും നേരിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിനെ ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ, കുരിശൊക്കെയും തലതിരിച്ചിട്ടുകൊണ്ട് അത്രമാത്രം അന്ധകാര പ്രവർത്തനങ്ങളൊക്കെയും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ കാലുകല്ലിൽ തട്ടാതെ നമ്മുടെ തലമുറകൾ ജീവിക്കണമെങ്കിൽ നല്ല മാതൃകകൾ കൊടുക്കണം, ആത്മീയ അന്തരീക്ഷം കൊടുക്കണം, ദൈവവിശ്വാസവും ആത്മവിശ്വാസവും കൊടുക്കണം. ഇതൊക്കെ രൂപപ്പെടുത്തേണ്ട ഇടം എവിടെയാ? കുടുംബമാ. കുടുംബത്തിലാണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കൊക്കെ വേണ്ടത്, ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. ആത്മാവ് നഷ്ടപ്പെട്ട വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ശിംശോൻ, ഇല്ലേ? ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. അവൻ്റെ വ്രതം ഏതാ? നാസീർ വ്രതം. വ്രതം എന്നാൽ എന്താ? വാക്ക് മാറ്റാത്തതാണ് വാക്ക്. വാക്ക് പാലിക്കുന്നവനാണ് വ്രതം എടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ. അപ്പം ആ വ്രതം എടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിച്ച ഒരു ന്യായാധിപൻ. പക്ഷേ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ദൈവം വിട്ടുപോയത് അവൻ
അറിഞ്ഞില്ല. ദൈവം അവനിൽ നിന്ന് വിട്ടുപോയത് അവൻ അറിഞ്ഞില്ല. നമ്മളും അതുകൊണ്ട് ഈ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, എൻ്റെ ദൈവമേ, നീ എന്നിൽ നിന്ന് വിട്ടുപോയത് വിട്ടുപോകരുതേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ദൈവം വിട്ടുപോയാൽ പിന്നെ നമ്മളുണ്ടോ? ഇല്ല. ദൈവാത്മാവ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മളുണ്ടോ? ഇല്ല. പലപ്പോഴും ഫറവോന്റെ ഹൃദയം കടുപ്പിച്ചതുപോലെ കൂടുതൽ കഠിനമായി നാശത്തിന്റെ പടുകുഴിയിലേക്ക് വീണു പോകാതിരിക്കാൻ ദൈവസന്നിധിയിൽ അനുതാപപൂർണമായി നിലവിളിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് നമ്മളൊക്കെ കാണുന്നുണ്ട്, ശബരിമല തീർത്ഥാടനത്തിൻ്റെ കാലഘട്ടമായത്. ശബരിമലയിലേക്ക് വ്രതം നോറ്റ് കറുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇരുമുടിക്കെട്ടുമായിട്ടൊക്കെ ഹൈന്ദവ സഹോദരങ്ങൾ പോകുന്നത് നമുക്ക് കാണാം. ഈ വ്രതമൊക്കെ നോറ്റ് അവർ ആ ശബരിമലയിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്ന വാചകം എന്താ? തത്വമസി, തത്വമസി, അത് നീ തന്നെ ആകുന്നു. നീ എന്താണോ അന്വേഷിച്ച് ഈ നോമ്പ് നോറ്റ് അവിടെ ചെന്നത്, അത് നീ തന്നെയാകുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും തിരിച്ചറിയേണ്ട കാര്യം അതാ. ഭാരത സംസ്കാരവും പറയുന്നത് അത് തന്നെയാ. ദൈവാംശമുള്ളവനാണ് ഓരോ മനുഷ്യനും. അതുകൊണ്ടാണ് ഭാരത സംസ്കാരത്തിൽ മറ്റൊരു വ്യക്തിയെ കണ്ടാൽ കൈ കൂപ്പി ആദരിക്കണമെന്ന് പറയുന്നത്. കാരണം നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, നിന്റെ ഉള്ളിൽ ദൈവാംശമുണ്ട്. ആ ദൈവാംശത്തെ ഞാൻ ആദരിക്കുന്നു, ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറയുന്നതാണ് തത്വമസി. പ്രിയമുള്ളവരെ, നമ്മൾ സ്വയം നമ്മളാണ്, അല്ലെങ്കിൽ ദൈവാത്മാവ് എന്നിലുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. സങ്കീർത്തനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, 1-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം എന്താ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണം രാപകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇല്ലേ? ആരാണ് ഭാഗ്യവാൻ? യഹോവയുടെ ന്യായപ്രമാണം രാപകൽ ധ്യാനിക്കുന്നവൻ. അതിനു മുമ്പായിട്ട് പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ. അത് പാപത്തിൻ്റെ 3 സ്റ്റേജുകളാണ്. പാപത്തിൻ്റെ 3 സ്റ്റേജുകളാണ്. ഒന്നെന്തുവാണ്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്ത അവസ്ഥ. രണ്ടാമത് പാപികളുടെ വഴിയിൽ നിൽക്കാത്തത്. 3 പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ഇരിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഇല്ലേ? നമ്മളൊന്ന് ആലോചിച്ച പാപത്തിൻ്റെ 3 അവസ്ഥയെന്ന് പറയാൻ കാര്യം എന്തുവാ? നമ്മളൊന്ന് നടന്നു വരുന്ന അവസ്ഥയിൽ തിരിച്ച് നടക്കാൻ എളുപ്പമാണോ? ആണ്. എന്നാൽ ഒരു ജംഗ്ഷനിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 വഴിയുണ്ട്, വഴി അറിയത്തില്ല, അവിടെ നിന്ന് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ച് ആ വഴി കണ്ടെത്താൻ, ശരിയായ പാത കണ്ടെത്താൻ ഇച്ചിരി കൺഫ്യൂഷൻ ഇല്ലേ? ഉണ്ട്. 3-ാമത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക. നമ്മളൊക്കെ താഴെ നിന്ന് എണ്ണിക്കാൻ പാടുണ്ടോ? നടന്നിട്ട് തിരിച്ചു പോകുന്ന പോലാണോ താഴെ നിന്ന് എണ്ണിച്ചിട്ട് നടന്നു പോകുന്നേ? നിങ്ങളിപ്പോൾ 1 മണിക്കൂറായിട്ട് താഴെ ഇരിക്കുക അല്ലേ? ഇനി എണ്ണിട്ട് നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടല്ലേ? അപ്പം പാപത്തിൻ്റെ 3 അവസ്ഥകളാണ്. ഈ അവസ്ഥകളിൽ നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ അവസാനം എന്താ? പരിഹാസികൾ. ജീവിതത്തിൽ മറ്റൊരുവന്റെ കുറവിനെ നോക്കി ഞാനോ നീയോ പരിഹസിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ഞാൻ പരിഹാസിയുടെ ഇരിപ്പിടത്തിലാണ് ഇരിക്കുന്നത്. മറ്റുള്ളവന്റെ കുറവുകളെ പരിഹസിക്കുന്നുവെങ്കിൽ പരിഹാസിയുടെ ഇരിപ്പിടത്തിലാണ് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുവാൻ നമുക്ക് കഴിയണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. 51-ാം സങ്കീർത്തനത്തിൻ്റെ അടിസ്ഥാന പ്രതി ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ അനുതാപത്തോടുകൂടെ നിലവിളിക്കുന്നവൻ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കേണ്ട 4 അനുഗ്രഹങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ അല്പസമയം ചിന്തിച്ചത്. ഒന്നാമതായിട്ട്, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. 51-ാം സങ്കീർത്തനത്തിൻ്റെ 10-11 വാക്യങ്ങളിലൂടെ ദൈവസന്നിധിയിലേക്ക് അനുദപിച്ചു വരുന്ന ഒരു പാപിയിൽ നിന്ന് ദൈവത്തിൻ്റെ കരുണ ചൊരിയുവാൻ വേണ്ടി 4 ആവശ്യങ്ങൾ. ഒന്നാമത്, നിർമ്മലമായൊരു ഹൃദയം ദൈവമേ എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പകരണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുതേ. ദാവീദ് ദൈവസന്നിധി നിലവിളിച്ചു. അവൻ്റെ കുറവുകളെ ഓർത്ത്, അവൻ്റെ തെറ്റുകളെ ഓർത്ത് ദൈവസന്നിധിയിൽ ദൈവമുമ്പാകെ നിലവിളിച്ചതുപോലെ
നമുക്ക് നമ്മളെ ഓർത്ത്, നമ്മുടെ കുടുംബങ്ങളെ ഓർത്ത്, നമ്മുടെ തലമുറകളെ ഓർത്ത്, സമൂഹത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഈ ദിനവും തുടർന്നുള്ള നമ്മുടെ ജീവിതവും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് എനിക്ക് അവസരം നൽകിയ പരിമല സെമിനാരിയുടെ മാനേജർ അടക്കമുള്ള എല്ലാവരോടും ഈ ദൈവവചനത്തെ അല്പസമയം ധ്യാനിക്കുവാൻ വേണ്ടി കടന്നു വന്ന നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഏവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.